ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കാണിച്ചു തരാൻ പോകും ഗൈസ്. ഇത് പെൻസിൽ വയ്ക്കുന്നത് പെൻസിലൊക്കെ ഇട്ട് അതാണ്. ഞാൻ കുറച്ച് പെൻസിൽ കഴിക്കാൻ കൊടുത്ത്. ഇതപ്പൊ കപ്പാണ്. ഇത് ഞാൻ കളർ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ഇതൊരു ബോട്ട്സ് ഒക്കെയാണ് വെക്കുന്നത്. പെൻസിലൊക്കെ ഇട്ട് വയ്ക്കുന്ന ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിപ്പോ കളറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഹെൽപ്പാണ് ചെയ്തത്. ഇത് കളർ ഇങ്ങനെ കുത്തി വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു കളർ വെക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് കാണുമ്പോ മറ്റേ ഹലോ കിറ്റിന്റെ ബോബനാണ് വെച്ചത്. പിന്നെ മറ്റേ വീശ രണ്ട് ഇങ്ങനെ വെച്ച് വീശിയ അപ്പുറത്തുള്ള ആൾക്ക് ഇപ്പുറത്തുള്ള ആൾക്കും കിട്ടും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഷടിയാണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ. പിന്നെ ഇത് ഒരു നെയിം കാർഡാണ്. എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായി ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ചെയ്തതാണ്. അപ്പൊ ഇത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഒരു ബുക്കാണ്. സാധാ ബുക്കെന്ന് തോന്നും, പക്ഷേ ഇത് തന്നെ കളർ ബുക്കാണ്. ഞാൻ കളർ കാണിച്ചു. ഇതാണ് ഷാഡോ കൊണ്ട് സ്കൂളിൽ ചെയ്യുന്നത്. ഇതും ഒരു മരമാണ്. പിന്നെ ഇത് സൺസെറ്റ് ഒക്കെ പോലത്തെ ഇത്. പിന്നെ ഇത് ഐസ്ക്രീംസ്. അപ്പൊ ഇത് ഇത്രയുള്ളൂ. ഇതൊരു ഫ്ലവർ ആണ്. ഇത് ഞാൻ പേപ്പറെല്ലാം കട്ട് ചെയ്തിട്ട് ഗ്ലിറ്ററൊക്കെ വെച്ചുണ്ടാക്കിയ ഫ്ലവേഴ്സ്. ഇത് ഞാൻ ഗ്ലിറ്റർ പേപ്പർ ചെയ്താണ്. ഞാൻ ബാക്കിലും ഉണ്ട്. ഗ്ലിറ്റർ പേപ്പർ ഞാൻ ഇതുണ്ടാക്കിയെടുത്ത്. ഇതുപോലത്തെ ഇതിൻ്റെ ഒരു ഡ്രോയിങ് ആണ്. ബാക്ക് സൈഡിൽ നന്നായിട്ടാണ്. ഫ്രണ്ട് ഇതാണ്. അപ്പൊ ഇതെന്താന്നറിഞ്ഞൂടാ. കാണുമ്പോ രംഗോലി ഞാൻ എങ്ങനെയൊക്കെയാ ഉണ്ടാക്കിയെടുത്ത് എനിക്കെന്താ അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഇത് ഞാൻ ഉണ്ടാക്കിയ എനിക്കറിഞ്ഞൂടാ ഞാൻ എങ്ങനെയൊക്കെയാ. എന്താടാ ഇത്? എന്തെങ്കിലും ഡിസൈൻ ആണോ? ഇത് ബാർബിയുടെ ക്ലിപ്പിന്റെ ഷേപ്പ് വെച്ച്. അപ്പൊ ബൈ ബൈ. അപ്പൊ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു.